ഹായ് ഫ്രണ്ട്സ്, പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നതാ നമ്മൾ ചേനത്തണ്ടും അതുപോലെ തന്നെ ചക്കക്കുരും വെച്ചിട്ടുള്ളൊരു കറിയാണ് കേട്ടോ വയ്ക്കാൻ പോണത്. അപ്പോൾ വെറും ചേനത്തണ്ടല്ല, കാട്ടു ചേനത്തണ്ടാണ് കേട്ടോ. അപ്പോൾ കാട്ടു ചേനത്തണ്ട് ഏറ്റവും നമുക്ക് നല്ലൊരു സാധനമാണ്. അപ്പോൾ അത് കഴിച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ നന്നാക്കുന്ന സമയത്ത് ചൊറി കിട്ടും, പക്ഷെ കഴിച്ച് കഴിയുമ്പോൾ അത് ചൊറിയില്ല. പുളിയൊക്കെ ഒഴിച്ചുള്ള കറിയൊക്കെ വയ്ക്കുകയാണെങ്കിൽ നല്ലൊരു സാധനമാണ് കേട്ടത്. ഇത് കഴിച്ച് കഴിഞ്ഞാൽ വയറിൽ പുണ്ണൊക്കെ ഉണ്ടെങ്കിൽ വേഗം കരിഞ്ഞ് കിട്ടും. അപ്പോൾ അത്രയും നല്ലൊരു സാധനമാണ് ഈ ഒരു കാട്ടു ചേനത്തണ്ട് കേട്ടോ. ഈ ഒരു സമയത്തൊക്കെ കഴിക്കുന്നത് നല്ലതാണ്, കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ചേനത്തണ്ട് ചെറുതായി അരിഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ ചക്കക്കുരും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് നമ്മളിതാ വേവിക്കാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് നമുക്ക് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് തേങ്ങയും അതുപോലെ തന്നെ കാന്താരി മുളകും വറ്റൽമുളകും പിന്നെ അതുപോലെ തന്നെ ജീരകവും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നല്ല പേസ്റ്റ് രൂപത്തിൽ നിന്ന് അരച്ചെടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് ചെനഞ്ഞുണ്ടല്ലോ, ചെനച്ച മാങ്ങ ഉണ്ടല്ലോ, അതാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ആ മാങ്ങ ഒരു മാങ്ങ നമ്മൾ എടുത്തിരിക്കുന്നത് ചെറുതായി അരിഞ്ഞ ശേഷം നമ്മൾ ഈ നന്നായിട്ട് വെന്ത് വന്ന കഷ്ണങ്ങളിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അത് അപ്പോൾ ഈ ഒരു മാങ്ങയും കൂടി നമുക്കൊന്ന് വെന്ത് കിട്ടണം കേട്ടോ. പിന്നെ നമുക്കിതിൽ പുളി ഇല്ലെങ്കിൽ മോര് ഒഴിച്ച് കൊടുക്കുക. പുളി ഉണ്ടെങ്കിൽ മാങ്ങ ഇട്ടിട്ടുണ്ട്, പുളി ഉണ്ടെങ്കിൽ വേറെ ഒന്നും ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പുളി കമ്മിയാണെങ്കിൽ കുറച്ച് മോര് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ എന്താ ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെന്താ നമ്മൾ നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് തിളച്ച് വന്നതിലേക്ക് ഇതിട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ എന്താ നമ്മൾ മാങ്ങയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് തിളച്ച് വന്നത്. അപ്പോൾ എനിക്ക് കുറച്ച് പുളി കമ്മിയാണ് തോന്നിയപ്പോൾ ഞാൻ കുറച്ച് മോര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല പുളിയുള്ള മോര് കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഈ കാട്ടു ചേനത്തണ്ടാവുകൊണ്ട് അത്യാവശ്യം പുളി വേണം കേട്ടോ, എന്നാലും നമുക്ക് കഴിക്കാനും ടേസ്റ്റ് ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് ചൊറിയണപോലൊക്കെ തോന്നും, ചൊറിയില്ല എന്നാലും നമുക്ക് തോന്നുള്ളൂ കേട്ടോ. നമ്മളെ മനസ്സിൽ ആ ചൊറിയുന്നൊരു ഇതിലാണല്ലോ നമ്മൾ. അപ്പോൾ അങ്ങനെ നമുക്ക് ചൊറിയുന്ന രീതി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കുറച്ച് മോര് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ കൂട്ടാനൊക്കെ നന്നായിട്ട് കൂട്ടാനും കറി എന്നൊക്കെ പറയും കേട്ടോ. കറി നന്നായിട്ട് തിളച്ച് വന്നപ്പോൾ അത് വാങ്ങി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊന്ന് വറുത്തിടാം കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത ശേഷം കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വറ്റൽമുളക് നമ്മൾ പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില ഇട്ട് കൊടുത്ത ശേഷം നമുക്കൊന്ന് അതിലേക്ക് താളിച്ച് ഒഴിക്കാം കേട്ടോ. അങ്ങനെ ഒഴിച്ച് കൊടുത്ത ശേഷം നമ്മൾ കറിയൊക്കെ നന്നായിട്ട് റെഡി ആയി വന്നിട്ട് കേട്ടോ. ചോറിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഈ ഒരു കാട്ടു ചേനത്തണ്ടൊന്ന് കറി വെച്ച് നോക്കാം കേട്ടോ. ഈ ഒരു സമയത്ത് കഴിച്ചാൽ അത്രയും നല്ലതാണ്. അപ്പോൾ എല്ലാവരും വെച്ച് നോക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് കൊണ്ട് ചെയ്യാം കേട്ടോ. ബൈ, അടുത്ത വീഡിയോയിൽ കാണാം.